ഒരു സാധാരണക്കാരന് തന്റെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സിനിമകൾ വിരളമാണ്. എന്നാൽ ഷോഷാങ്ക് റിഡംഷൻ ഇതിനൊരു അപവാദമാണ്. ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്ന്. ഇതിനെ മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിലെ മനുഷ്യരും അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളുമാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന 3 പ്രധാന കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ. ആൻഡി ഡ്യൂഫ്രെയിൻ എന്ന ടിം റോബിൻസന്റെ കഥാപാത്രവും, റെഡ് എന്ന മോർഗൻ ഫ്രീമാന്റെ ക്യാരക്ടറും, ജെയിംസ് വൈറ്റ്മോർ അവതരിപ്പിച്ച ബ്രൂക്ക് എന്ന കഥാപാത്രവും. സ്റ്റീഫൻ കിങ്ങിന്റെ റീത്ത ഹേവർത്ത് ആൻഡ് ഷോഷാങ്ക് എന്ന കഥയെ അവലംബിച്ചെടുത്ത സിനിമയാണ് ഇത്. 1947 കഥ നടക്കുന്നത്. പോർട്ട്ലാൻഡിൽ ബാങ്കറായ ആൻഡി ഡ്യൂഫ്രെയിൻ തന്റെ ഭാര്യയെയും കാമുകനെയും കൊലപ്പെടുത്തിയ കേസിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തുടർച്ചയായ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഷോഷാങ്ക് ജയിലിൽ എത്തുന്നു. അവിടെ ആൻഡി കണ്ടുമുട്ടുന്ന തടവുകാരനാണ് 20 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലിസ് റെഡിംഗ് അഥവാ റെഡ്. പരോളിനായി പലവട്ടം അപേക്ഷിച്ചുവെങ്കിലും അധികൃതർ റെഡിന്റെ അപേക്ഷ നിരസിക്കാറായിരുന്നു പതിവ്. ക്രമേണ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ അവസ്ഥയിലായിരുന്നു റെഡ്. ജയിലിൽ അധികം ആരോടും ഇടപഴകാതിരുന്ന ആൻഡി 1 മാസത്തെ ജയിൽവാസത്തിനു ശേഷം റെഡുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ഒരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അപകടകരമാണെന്ന് പറയുന്ന റെഡിനോട് പ്രതീക്ഷ ഒരു നല്ല കാര്യമാണെന്നും ഒരു നല്ല കാര്യവും ഒരിക്കലും മരിക്കില്ലെന്നുമുള്ള തന്റെ കാഴ്ചപ്പാട് ആൻഡി വ്യക്തമാക്കുന്നു. തനിക്ക് ചെറിയ കല്ലുകളിൽ കൊത്തുപണികൾ ചെയ്യാൻ ഒരു ചുറ്റിക വേണമെന്നാവശ്യപ്പെടുന്ന ആൻഡിക്ക് അതിനോടൊപ്പം റീത്ത ഹേവർത്തിന്റെ ഒരു വലിയ പോസ്റ്ററും റെഡ് സംഭരിച്ചു കൊടുക്കുന്നു. ജയിൽ വാർഡൻ സാമുവൽ നോർട്ടൺ പ്രായമായ തടവുകാരനായ ബ്രൂക്കിനെ സഹായിക്കാൻ ആൻഡിയെ ലൈബ്രറിയിലേക്ക് നിയമിക്കുന്നു. ജയിലിലെ ജീർണിച്ച ലൈബ്രറി മെച്ചപ്പെടുത്താൻ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച സംസ്ഥാന സർക്കാരിലേക്ക് അയാൾ കത്തുകൾ അയക്കുകയും ഫണ്ട് സമാഹരിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. സ്ഥിരോത്സാഹമാണ് വിജയത്തിന്റെ താക്കോലെന്ന് അയാൾ തെളിയിക്കുന്ന ഒരു അവസരമാണിത്. അക്കൌണ്ടിംഗിൽ ആൻഡിയുടെ വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ ജയിൽ വാർഡൻ നോർട്ടൺ തന്റെയും ഗാർഡുകളുടെയും വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്താനും നികുതി വെട്ടിച്ച് പണം സമ്പാദിക്കാനും ആൻഡിയുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തുന്നു. 50 വർഷത്തോളം ജയിലിൽ ചിലവഴിച്ച ശേഷം മോചിതനാകുമ്പോൾ തന്റെ സ്വാതന്ത്ര്യം പുറംലോകം കവർന്നെടുത്തതുപോലെയാണ് ബ്രൂക്കിന് തോന്നുന്നത്. തുടർന്ന് പുറംലോകവുമായി പൊരുത്തപ്പെടാനാവാതെ ജീവനൊടുക്കുകയാണ് അയാൾ. അസ്വാതന്ത്ര്യത്തിൽ വർഷങ്ങൾ പിന്നിട്ട ശേഷം ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് ആസ്വദിക്കാൻ കഴിയാതെ ഒരു രീതിയിൽ നമ്മളും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി മാറിപ്പോകുന്നുണ്ടോ എന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ കഥാപാത്രം. ഷോഷാങ്കിൽ തടവുകാരനായി എത്തുന്ന ടോമി എന്ന ചെറുപ്പക്കാരന് പഠിക്കാൻ വേണ്ട സഹായങ്ങൾ ആൻഡി ചെയ്തു കൊടുക്കുന്നു. ഒരിക്കൽ യാദൃശ്ചികമായി ടോമിയിൽ നിന്ന് ആൻഡി തന്റെ ഭാര്യയുടെയും കാമുകന്റെയും യഥാർത്ഥ കൊലപാതകി ആരെന്നറിയുന്നു. തന്റെ സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന ആൻഡി വാർഡനെ വിവരം അറിയിക്കുന്നു. എന്നാൽ തന്റെ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ സംരക്ഷിക്കാൻ ആൻഡിയുടെ സഹായം ആവശ്യമായ വാർഡൻ ടോമിയെ വകവരുത്തുന്നു. നോട്ടന്റെ ഭീഷണികളെ തുടർന്ന് തന്റെ അഭ്യർത്ഥനയിൽ നിന്ന് പിന്മാറുന്ന ആൻഡി ഒരു മെക്സിക്കൻ തീരദേശമായ സിഹുവാറ്റനെയോ എന്ന സ്ഥലത്ത് ജീവിക്കാനാണ് താൻ സ്വപ്നം കാണുന്നതെന്ന് റെഡിനോട് പറയുന്നു. ബെക്സിനടുത്തുള്ള ഒരു പ്രത്യേക ഹേഫീൽഡിനെ കുറിച്ചും എന്നെങ്കിലും രക്ഷപ്പെടാനായാൽ അവിടെ കുഴിച്ചിട്ട ഒരു പാക്കേജ് വീണ്ടെടുക്കാനും റെഡിനോട് ആൻഡി ആവശ്യപ്പെടുന്നു. സഹതടവുകാരനോട് 6 അടി നീളമുള്ള ഒരു കയർ കൂടി ആൻഡി ചോദിക്കുന്നതോടെ റെഡ് സംശയാലുവാകുന്നു. അതിനടുത്ത ദിവസം ആൻഡിയുടെ സെൽ ശൂന്യമായിരുന്നു. അവിടെ എത്തുന്ന നോട്ടൺ കാണുന്നത് 19 വർഷങ്ങളായി ആൻഡി തന്റെ ചുറ്റിക കൊണ്ട് കുഴിച്ച് രക്ഷപ്പെടാൻ ഉപയോഗിച്ച തുരങ്കമാണ്. നോട്ടന്റെ പണം വെളുപ്പിക്കാൻ റാൻഡൽ സ്റ്റീഫൻ എന്ന അപരനാമത്തിൽ യഥാർത്ഥ രേഖകളുമായി രക്ഷപ്പെടുന്ന ആൻഡി വിവിധ ബാങ്കുകൾ സന്ദർശിച്ച് പണം പിൻവലിക്കുകയും ഷോഷാങ്കിലെ അഴിമതികളെക്കുറിച്ചുള്ള തെളിവുകൾ ഒരു പത്രത്തിന് മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത വർഷം പരോളിൽ ഇറങ്ങുന്ന റെഡ് ജയിലിനു പുറത്തുള്ള ജീവിതവുമായി പൊരുത്തപ്പെടാനാവാതെ കുഴങ്ങുന്നതോടെ ആൻഡിയുടെ വാക്കുകൾ ഓർമ്മിക്കുന്നു. ആൻഡി പറഞ്ഞ സ്ഥലത്തെത്തുന്ന റെഡ് മെക്സിക്കോയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്ന കത്തും പണവും കണ്ടെത്തി പരോൾ ലംഘിച്ച് അവിടേക്ക് പോവുകയും ആൻഡിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങേയറ്റം നിരാശാജനകമായ ഒരു സ്ഥലത്ത് എങ്ങനെ പ്രതീക്ഷ നിലനിർത്താമെന്ന പാഠം നിറഞ്ഞ ഒരു സിനിമയാണിത്. ഒരാൾക്ക് 600 വർഷങ്ങളോളം എടുത്തേക്കാവുന്ന ഒരു കാര്യമാണ് വെറും 20 വർഷങ്ങൾ കൊണ്ട് തുരങ്കം നിർമ്മിക്കുന്നതിലൂടെ ആൻഡി പൂർത്തിയാക്കുന്നത്. താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും സമചിത്തതയോടെ തുടരാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. തടവറയ്ക്കുള്ളിൽ സാധ്യമായ എല്ലാ വഴികളിലൂടെയും തന്റെ ജീവിതം അർത്ഥപൂർണമാക്കാൻ ആൻഡി ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് ഒടുവിൽ ഒരാളെ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന പാഠവും ഈ സിനിമ നൽകുന്നുണ്ട്. ലൈഫ് ഈസ് ഓൾവേസ് നോട്ട് ഫെയർ. മനുഷ്യനായിരിക്കുന്നതിന്റെ ഭാഗമാണ് വേദനയും കഷ്ടപ്പാടുകളും. എന്നാൽ ഇതുതന്നെയാണ് ജീവിതത്തിന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവവേദ്യമാക്കുന്നതും. കാലത്തെ അതിജീവിക്കുന്ന ചുരുക്കം ചില സിനിമകളിലൊന്നാണിത്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒന്ന് ഇതിൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പു പറയാനാവും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം പീതൂസ് വേൾഡ്.